ഹലോ എവ്രി വൺ. ക്രിസ്മസ് സീസണാണ്. എല്ലാവരും ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ ധൃതിയിലാണെന്നറിയാം. ഞാൻ ഒരു ഫ്രഷ് കട്ട് ക്രിസ്മസ് ട്രീ മേടിക്കുവാനുള്ള തിരക്കിലാണ്. പല ഷോപ്പുകളും കയറി ഇറങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രീയും കിട്ടിയില്ല. അവസാനം ഞാൻ ഈ ഫ്രഷ് പ്ലാന്റുകൾ വിൽക്കുന്ന ഒരു കടയിൽ വന്നപ്പോൾ ധാരാളം ക്രിസ്മസ് ട്രീകൾ ഫ്രഷ് ട്രീകൾ അവിടെ ഞാൻ കണ്ടു. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ പിക്ക് ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം, ഈ ഫ്രഷ് കട്ട് ക്രിസ്മസ് ട്രീയുടെ മേടിക്കുവാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് താങ്ക്സ് ഗിവിങ് കഴിഞ്ഞുള്ള ഉടനെ തന്നെ കഴിഞ്ഞുള്ള ദിവസങ്ങളും അതുപോലെ തന്നെ ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബറുമാണ്. ഈ ഫ്രഷ് കട്ട് ട്രീ മേടിച്ച് കഴിഞ്ഞതിന് ഉടനെ തന്നെ അത് ഒരു വെള്ളത്തിൽ ഇറക്കി വയ്ക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ് എളുപ്പം പോകും. അതുപോലെ തന്നെ എല്ലാ ദിവസവും അതൊരു സ്റ്റാൻഡിൽ നിർത്തിയിട്ട് എല്ലാ ദിവസവും അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഡിസംബർ മാസം മുഴുവനും, അതുപോലെ തന്നെ ഒരു കപ്പിൾ ഓഫ് വീക്സ് ജനുവരിയിലും അത് നിൽക്കും. നല്ല ഫ്രഷ്നെസ് കീപ്പ് ചെയ്ത് തന്നെ അത് നിൽക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്, ഇത് ഡയറക്റ്റ് സൺ അടിക്കുന്നിടത്തോട്ടും അതുപോലെ തന്നെ വെൻറ്റിൻ്റെ അടുത്തും ഫയർ പ്ലേസിൻ്റെ ഒന്നും അടുത്ത് കൊണ്ടുവന്ന് ഈ ഫ്രഷ് കട്ട് ട്രീ വയ്ക്കരുത്. പിന്നെ മുറിക്കകത്ത് ഈ തണുപ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഹീറ്റൊക്കെ എല്ലായിടത്തും ഉള്ളത് കാരണം കൂടുതലായിട്ട് ഹീറ്റിൻ്റെ വെൻറ്റിരിക്കുന്ന സ്ഥലത്ത് ഈ ട്രീ കൊണ്ട് വയ്ക്കാതിരിക്കുകയും പകരം ഹ്യൂമിഡിഫയർ ആ മുറിയിൽ വയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രീയുടെ ഫ്രഷ്നെസ് പോകാതെ തന്നെ ഒരു 1.5 മാസം ഇത് നിൽക്കും. പിന്നെ ആ കടയിൽ പോയപ്പം മറ്റ് പല ട്രോപ്പിക്കൽ പ്ലാന്റ്സും കണ്ടു. അതൊക്കെയും നല്ല ഭംഗിയായിട്ടത് പ്രിസർവ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഫ്രഷ് ട്രീ പുരയ്ക്കകത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ വീടിനകമൊക്കെ ഒരു നല്ലൊരു പ്രത്യേക ക്രിസ്മസ് ട്രീയുടെ മണം രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് അത് തരികയും ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ഡിസംബർ മാസവും ക്രിസ്മസും ആശംസിക്കുന്നു.